ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഗാന്ധിജിയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC എക്സാമുകളിലായിട്ട് ഒരുപാട് തവണ മുൻകാല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഗാന്ധിജിയുടെ വരവോടെ നമ്മളെ ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ ഒരു കാലഘട്ടം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് അതിന് പറയുന്നത്? ഗാന്ധിയൻ കാലഘട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് വർഷം മുതലാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്? 1919 മുതലാണ്. 1919 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് കാലഘട്ടം എന്ന് പറയുന്നത്? ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന സമര രീതി എന്തായിരുന്നു? സത്യാഗ്രഹം എന്നതായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ പ്രധാന സമര രീതി എന്ന് പറയുന്നത്. അദ്ദേഹം 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. എപ്പോഴാണ്? 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. 2003 മുതലാണ് ഈ ജനുവരി 9 എന്ന് പറയുന്നത് എന്തായി ആചരിക്കാൻ തുടങ്ങിയത്? പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2003 മുതലാണ്. അപ്പോൾ 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അതിനു മുമ്പ് അദ്ദേഹം എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അല്ലെ. അങ്ങനെ ആ വന്ന ജനുവരി 9 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ ഇന്ത്യയിൽ വന്ന ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? ഇന്ത്യ ഉടനീളം യാത്ര ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയുടനീളം യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? അഹിംസയിൽ അധിഷ്ഠമായ സത്യാഗ്രഹം എന്നൊരു സമര രീതിയായിരുന്നു അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കുക എന്നത്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറേ സമരങ്ങളുണ്ട് അല്ലേ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒന്നാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധ സമരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലേക്കാം എന്നതൊക്കെയാണ് എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റൗലറ്റ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പാണ് ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റൗലറ്റ് നിയമം പാസ്സാക്കപ്പെട്ടത്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റിനെ തലവനാക്കിക്കൊണ്ട് 1917 നിയോഗിച്ച കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1919 റൗലറ്റ് നിയമം വന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് തുടങ്ങുന്നത് എവിടെ മുതലാണ്? 1919 മുതലാണ്. ഈ നിയമം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സർക്കാരിന് ചില അധികാരങ്ങൾ നൽകി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നതൊക്കെയാണ് ഈ റൗലറ്റ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവയെല്ലാം റൗലറ്റ് നിയമത്തിനെതിരെ ജനങ്ങൾ നടത്തി. ഗാന്ധിജി തന്നെ ഈ റൗലറ്റ് നിയമത്തെ എങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? കരി നിയമം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ്? കരി നിയമം എന്നാണ് റൗലറ്റ് നിയമത്തെ വിശേഷിപ്പിച്ചത്. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യുക കൂടി ചെയ്തു. മികച്ച പ്രതികരണമാണ് ഈ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി കൊണ്ടുവന്ന കരി നിയമത്തില് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിൽ റൗലറ്റ് നിയമ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടിയതിനെ തുടർന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അരങ്ങേറിയത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എപ്പോഴാണ് അരങ്ങേറിയത്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ഇത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? തന്റെ കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത്. അതുമാത്രമല്ല, ഗാന്ധിജി മാത്രമല്ല ഇതിൽ പ്രതിഷേധിച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോറും അദ്ദേഹത്തിന്റെ സർ പദവിയും എന്ത് ചെയ്തു? തിരികെ നൽകി. അപ്പൊ രണ്ടും തിരിഞ്ഞു പോകരുത്. സർ പദവി തിരികെ നൽകിയത് ടാഗോറും കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത് ആരായിരുന്നു? നമ്മുടെ മഹാത്മാഗാന്ധിയുമായിരുന്നു.
ഇനി നമ്മൾ എപ്പോഴും ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എന്താണ്? 1917 ബീഹാറിലെ ചമ്പാരനിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യ സമരമാണ് ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. 1917 ബീഹാറിലെ ചമ്പാരനിലാണ് ഇത് നടന്നത്. ചമ്പാരനിലെ നീലം കർഷകർ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിൽ തീൻ കടിയ സമ്പ്രദായത്തിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ഈ സമരത്തെ തുടർന്ന് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അധികാരികൾ നിർബന്ധിതരായി. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരനിന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൗലറ്റ് ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് അതായിരുന്നു. രണ്ടാമത്തേത് ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സമരം, ആദ്യ സത്യാഗ്രഹം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ എന്താണത്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത് തുണിമിൽ സമരം. തുണിമിൽ സമരം എപ്പോഴായിരുന്നു? 1918 ഗാന്ധിജി നയിച്ച സത്യാഗ്രഹ സമരമായിരുന്നു തുണിമിൽ സമരം എന്ന് പറയുന്നത്. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. അപ്പോൾ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചു പറഞ്ഞാൽ അത് അഹമ്മദാബാദിലെ തുണി മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സമരത്തെയാണ്, 1918 നടത്തിയ സമരത്തെയാണ് ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവ് അനുവദിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത ഒന്നാണ് 1918 തന്നെ നടന്ന ഗേഡ കർഷക സമരം. 1918 ഗുജറാത്തിലെ ഗേഡയിലുണ്ടായ വളർച്ചയിൽ കർഷകർക്ക് കാർഷിക വിളകൾ വ്യാപകമായി നശിക്കുകയുണ്ടായി. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കർഷകർ. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. സമരത്തിന്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറാവുകയും ചെയ്തു. ഗേഡ കർഷക സമരം 1918, തുണിമിൽ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, ചമ്പാരൻ സത്യാഗ്രഹം 1917, 1919 ഏതാണ് നമ്മൾ പറഞ്ഞ റൗലറ്റ് നിയമലംഘനം. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം മഹായുദ്ധാനന്തരം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ, അതായത് തുർക്കിയുടെ ഭരണാധികാരി ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ടതാണ് എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം എപ്പോഴാണ് വരുന്നത്? 1919. ഡേറ്റ് പഠിച്ചു വെക്കുന്നത് എന്തിനാണ്? ഡേറ്റ് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് കാലഘടന അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനൊക്കെ വന്നിട്ട് തരാറുണ്ട്. അതുകൊണ്ടാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. അലി സഹോദരർ എന്നാണ് ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും ആര് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയും ആരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിടയായത് പറഞ്ഞു. അതിനുശേഷം ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം പറഞ്ഞു. അതിനുശേഷം ആദ്യത്തെ നിരാഹാര സമരം പറഞ്ഞു. അതിനുശേഷം ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും ഗേഡ കർഷക സമരത്തെക്കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. തുണിമിൽ സമരം വന്നിട്ട് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടും ഗേഡ കർഷക സമരം വന്നിട്ട് നികുതി ഇളവിന് വേണ്ടിയിട്ടുമുള്ളതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്തുകൊണ്ടാണ്? തുർക്കി ഭരണാധികാരി ഖലീഫയ്ക്കെതിരായുള്ള ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതിനെ കുറിച്ചിട്ടും പറഞ്ഞു. അടുത്ത നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്? നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1920 കൊൽക്കത്തയിലാണ്, ഓർത്തിരിക്കുക. നിസ്സഹകരണ സമരത്തിന് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ 2 തരം കർമ്മ പരിപാടികൾ ഉണ്ടായിരുന്നു. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കണം, നികുതി നിഷേധം, പദവികൾ, ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എന്നിവ ആദ്യത്തേതിൽ ഉൾപ്പെടുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവ രണ്ടാമത്തേതിൽ ഉൾപ്പെടുന്നു. ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ പ്രവർത്തനങ്ങളൊക്കെയാണ് പറയുന്നത്?
അടുത്തത് ഇനി കേരളത്തിൽ ഗാന്ധിജി എത്തിയ വർഷങ്ങൾ നമുക്ക് നോക്കാം. അത് സാധാരണയായി ചോദിക്കാറുള്ളതാണ്. നമുക്കറിയാം 1920 ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ദേശീയതല പ്രചരണാർത്ഥം മൗലാന ഷൗക്കത്ത് അലിയും ഒത്താട്ടാണ് ഗാന്ധിജി എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ 1921 മലബാർ കലാപകാലത്ത് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. 1925 അയിത്താചരണത്തിനെതിരെ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. 1927 തൊട്ടുകൂടായ്മക്കെതിരെ നടന്ന ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് 1934 ഹരിജൻ ധനസമാഹരണാർത്ഥവും ഗാന്ധിജി കേരള സന്ദർശനം നടത്തി. അവസാനം എപ്പോഴാണ് വന്നത്? ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലാസ്റ്റ് 1937 അവസാനം ഗാന്ധിജി എത്തിയത്. അപ്പൊ 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി എവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്? കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിസ്സഹകരണ സമരം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ഒന്നും കൂടി പഠിക്കാറുണ്ട് അല്ലേ? നിസ്സഹകരണ സമരം ഗാന്ധിജി എന്തുകൊണ്ട് നിർത്തിവെച്ചു? ചൗരി ചൗര സംഭവം കൊണ്ടാണ് അല്ലെ ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണമായത്. എന്താണ് ഈ ചൗരി ചൗര എന്ന് പറയുന്നത്? ചൗരി ചൗര എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് ചൗരി ചൗര ഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രാമത്തിൽ ഈ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ ഈ 1922 കർഷകർ സംഘടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കർഷക സംഘടനയ്ക്കെതിരെ നിരായുധരായ കർഷകരുടെ ജാഥയ്ക്കെതിരെ പോലീസ് എന്ത് ചെയ്തു? വെടിവെക്കുകയുണ്ടായി. ഇതില് കോപാകുലരായ ജനക്കൂട്ടം 1922 പോലീസ് സ്റ്റേഷനെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? തീ വെച്ച് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതില് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പൊ വർഷം പോലീസുകാരുടെ എണ്ണൊക്കെ ഒരേതാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ 1922 ചൗരി ചൗര ഉണ്ടായത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിലാണ്. അപ്പൊ അവർ സംഘടിച്ചതിനെതിരെ പോലീസുകാർ വെടിവെച്ചതിനെ തുടർന്നിട്ട് അവർ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? തീയിട്ട് അതിൽ 22 പോലീസുകാരെ കൊല്ലപ്പെട്ടു. ഇതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഇത് അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാലാണ് ഇദ്ദേഹം നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത്. 1922 ഫെബ്രുവരിയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? നിർത്തലാക്കുകയുണ്ടായി. ഇനി നിയമലംഘന പ്രസ്ഥാനം. 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുകയെന്നായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് എന്ത് എന്ന് പറയുന്നത്? നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി വർദ്ധിപ്പിച്ചതും ഉപ്പിന്റെ വില വർദ്ധിപ്പിച്ചതും ഉപ്പുൽപാദനത്തിൽ തദ്ദേശീയരായ ചെറുകിട ഉൽപാദകർ നേരിട്ട നിരോധനവുമെല്ലാം ജനരോക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഒന്നില്ലെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. അങ്ങനെ 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് 1930 മാർച്ച് 12 യാത്ര പുറപ്പെട്ടു. 385 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥ ശമ്പളവും വെട്ടിക്കുറക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക തുടങ്ങിയവയെല്ലാം ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, താപ്പൻ നായർ എന്നിവർ ദണ്ഡി യാത്രകളിലെ മലയാളികളാണ്. അപ്പോൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവൻ പൊതുവാൾ, താപ്പൻ നായർ എന്നിവരാണ് ദണ്ഡിയാത്രയിലെ മലയാളികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി മാറി. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പ്രമുഖരായിരുന്നു
കെ മാധവൻ നായരും ഈ മൗദു മൗലവിയും, പയ്യന്നൂരിൽ കെ കേളപ്പനും, കോഴിക്കോട് കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള എന്നിവരും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയോടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിച്ചു. 1931 ലണ്ടനിൽ വെച്ച് നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭത്തോടെയാണ്. ഏതിന്റെ? നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ആരംഭത്തോടെ. ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റവും ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധ വാചകം ഇതായിരുന്നു: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സമരത്തിലെ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരണപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൗദു മൗലവി, EV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഗാന്ധിജിയെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ലായനികളെ കുറിച്ച് നോക്കാം. നമ്മൾ പ്രധാനമായിട്ട് ലായനികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് അല്ലെ, ലയിക്കുന്ന വസ്തുവിനെ നമ്മൾ എന്തെന്ന് പറയും? ലീനം എന്ന് പറയും. ലയിക്കുന്ന വസ്തുവിനെ നമ്മൾ എന്ത് പറയും? ലീനം എന്ന് പറയും. അതുപോലെ തന്നെ ആ വസ്തു ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയും. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയാം. സാധാരണ കുറഞ്ഞ അളവിലുള്ള ഘടകം ലീനമായും കൂടിയ അളവിലുള്ള ഘടകം ലായകമായും കണക്കാക്കപ്പെടുന്നു. ജലീയ ലായനികളിൽ ഏത് അളവിലായാലും ജലം തന്നെയാണ് ലായകം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ലായനിയുടെ ഗാഢത കണക്കിലാക്കുക? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനി എന്നും, കൂടുതലാണെങ്കിൽ അത് ഗാഢ ലായനിയും എന്നും അറിയപ്പെടുന്നു. ഗാഢ ലായനി എന്നും അറിയപ്പെടുന്നു. ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ ഉപയോഗിച്ചു വരുന്ന അളവുകളാണ് മാസ് പെർസെൻറ്റേജും പാർട്സ് പെർ മില്യണും. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെന്ന് മാസ് പെർസെൻറ്റേജ് പ്രസ്താവിക്കുന്നു. അതായത് മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം? ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് വ്യക്തമാക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ പാർട്ട് പെർ മില്യൺ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് പൂരിത ലായനി എന്ന് പറയുന്നത്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അപൂരിത ലായനിയിൽ വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും. പൂരിത ലായനിയിൽ പരമാവധി അതിൽ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്? ലീനം ലയിച്ചു ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിന്റെ ലേയത്വം എന്ന് പറയുന്നത്. എന്താണ് ലേയത്വം എന്ന് പറയുന്നത്? താപനില, ലീനത്തിന്റെ സ്വഭാവം, താപനില എന്നിവ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. താപനില കൂടുമ്പോൾ ലേയത്വം ഏറ്റവും കൂടുന്ന പദാർത്ഥമാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. താപനില കൂടുമ്പോൾ ലേയത്വം ഏറ്റവും കുറയുന്ന പദാർത്ഥമാണ് കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപൂരിതമാകുന്നതിന് വേണ്ടതിനേക്കാൾ അധികം
ലേയം ഉൾക്കൊള്ളുന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. അതിപൂരിത ലായനിയിലെ ലായക ലേയ സന്തുലനം മിതാവസ്ഥയിലാണ്. അതിപൂരിത ലായനിയിൽ ലീനത്തിന്റെ ഒരു ക്രിസ്റ്റൽ ഇട്ടാൽ കൂടുതലായി ലയിച്ച ലീനം ചെറിയ ക്രിസ്റ്റലുകളായി അവശിഷ്ടപ്പെടുന്നു. ക്രിസ്റ്റൽ വളർന്ന് വലുതായതായും കാണാൻ സാധിക്കും. ഇനി നമുക്ക് മിശ്രിതങ്ങളെ കുറിച്ച് നോക്കാം. ഒരു മിശ്രിതം എടുക്കുകയാണ്. ആ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം എന്നിവയെല്ലാം ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. ഏകാത്മക മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ചു കാണാൻ സാധിക്കില്ല. എന്നാൽ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം ഇവയെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞാൽ? യഥാർത്ഥ ലായനികളിൽ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായതിനാൽ കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. ഇതിലെ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പ്രകാശബാധ കാണാൻ കഴിയുന്നില്ല ഏതിൽ? യഥാർത്ഥ ലായനിയിൽ. ഇനി കൊളോയിഡുകളിൽ അല്പം കൂടി വലിയ കണികകളാണുള്ളത്. നമ്മൾ പറഞ്ഞു യഥാർത്ഥ ലായനിയിലെ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവാണെന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ കൊളോയിഡുകളിൽ അല്പം വലിയ കണികകളാണ് ഉള്ളത്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൊളോയിഡ് രൂപത്തിലാണ്. ആയതിനാൽ കൊളോയിഡിലൂടെ പ്രകാശബിംബം കടന്നു പോകുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. കൊളോയിഡിലെ കണികകൾക്ക് അവയിൽ പതിക്കുന്ന പ്രകാശത്തെ ഏത് ദിശയിലേക്കും വിസരിക്കാൻ കഴിയുന്നത്ര വലിപ്പമുണ്ട്. വിസരണം ചെയ്ത പ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി സസ്പെൻഷനുകളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന വലിപ്പമുള്ള കണികകളാണുള്ളത്. അവയിൽ പതിക്കുന്ന പ്രകാശം ഏതാണ്ട് പൂർണ്ണമായും പ്രതിപദിക്കുകയും ചെയ്യുന്നു. ഗുരുത്വാകർഷണം മൂലം അവ ക്രമേണ അടിയുകയും ചെയ്യുന്നു. കൊളോയിഡുകളും സസ്പെൻഷനുകളും ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. കാരണം ഇവ സ്വഭാവ സവിശേഷതകൾ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. നമ്മൾ പറഞ്ഞു ഏകാത്മക മിശ്രിതത്തിൽ ഒരേ അനുപാതത്തിലാണ് ഘടകങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ സസ്പെൻഷനും കൊളോയിഡും ഒക്കെ എന്താണ്? ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഇനി കൃത്രിമ പാനീയങ്ങൾ. ഇന്ന് വിപണിയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ പാനീയങ്ങളെല്ലാം കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ്. ദീർഘകാലം സൂക്ഷിച്ചാലും ഇതിലെ കണികകൾ അടിയാറില്ല. കണികകൾ അടിയുന്നത് തടയുന്നതിനായി കൃത്രിമ പാനീയങ്ങളിൽ സ്റ്റെബിലൈസറുകൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ്, അസറ്റേറ്റ്, ബ്യൂട്ടിറേറ്റ് എന്നിവയെല്ലാം സ്റ്റെബിലൈസറുകളായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. അപ്പോൾ നമ്മൾ ഈ കൃത്രിമ പാനീയങ്ങളിലൊക്കെ നിറങ്ങൾ നൽകാൻ വേണ്ടി പല രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതിൽ മഞ്ഞ നിറം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ടാർട്രസിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് എറിത്രോസിൻ യൂസ് ചെയ്യുന്നത്. രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാനിലിൻ യൂസ് ചെയ്യുന്നത്. പുളി രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കുന്നത്. പൈനാപ്പിളിന്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് അലൈൻ ഹെക്സനോയേറ്റ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പൈനാപ്പിളിന്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന കണികകൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന കണികകൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം കണികളുടെയും തരംഗങ്ങളുടെയും സ്വഭാവമുള്ള ഇവ ധാരാളം പ്രതിഭാസങ്ങൾക്ക് കാരണമാകാറുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രതിഭാസങ്ങളുണ്ട് അല്ലേ? ഒന്ന് പ്രകാശ പ്രകീർണനം. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. ഈ സമന്വിത പ്രകാശം അതിൻ്റെ ഘടകങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമന്വിത പ്രകാശം, ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന സമന്വിത പ്രകാശം അതിൻ്റെ ഘടകങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. മഴവില്ലിന് കാരണമാകുന്ന പ്രധാന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് മഴവില്ല് ഉണ്ടാകുന്നത്.
പ്രകാശരശ്മിയെ ഒരു സ്ഫടിക പ്രസത്തിലൂടെ കടത്തിവിട്ട് 7 വർണ്ണങ്ങളായി വിഘടിപ്പിച്ച് മഴവില്ലിന്റെ ശാസ്ത്രീയത വിശദീകരിച്ച് തന്നത് ഐസക് ന്യൂട്ടനാണ്. തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ചുവപ്പാണ്. അപ്പൊ കുറഞ്ഞ നിറം ഏതായിരിക്കുക? വയലറ്റ് ആയിരിക്കും. നമ്മൾ വിബ്ജിയോർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ കൂടുതലുള്ളത് തരംഗ ദൈർഘ്യം കൂടുതലുള്ളത് ചുവപ്പും കുറവുള്ളത് വയറ്റുമാണ്. ഇനി ആവൃത്തിയാണ് ചോദിക്കുന്നത് പറഞ്ഞാൽ ആവൃത്തി കൂടുതലുള്ള നിറം വയലറ്റും ആവൃത്തി കുറവുള്ള നിറം ചുവപ്പുമാണ്. ഇനി എന്താണ് അപവർത്തനം എന്ന് പറയാ? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്ന് വെക്കുക, താഴ്ത്തി വെച്ചിരിക്കുകയാണെന്ന് വെക്കുക, ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും, അപ്പൊ അത് നമുക്ക് ഒരു വളഞ്ഞതായി തോന്നാറുണ്ട് അല്ലേ? അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ അപവർത്തനമാണ്. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ് അതിന്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിന്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനം എന്ന് പറയുന്നത്. ഇനി പൂർണ്ണ ആന്തരിക പ്രതിപതനം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഭാസം എന്ന് പറയുന്നത്. ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആയിരിക്കും. ക്രിട്ടിക്കൽ കോൺ പ്രസ്താവിക്കുമ്പോൾ ജോഡികളായി പറയാതെ ഏതെങ്കിലും ഒരു മാധ്യമം മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ. എങ്കിൽ രണ്ടാമത്തെ മാധ്യമം വായു അഥവാ ശൂന്യതയായിരിക്കും. അടുത്തത് വിസരണം. പ്രകാശത്തിന് മാധ്യമങ്ങളിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദൃശ്യവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടും. കണങ്ങളുടെ വലുപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെയായിരിക്കും. സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, കടും നീല, നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നു. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് വർണ്ണത്തിന് ചെറിയ തടസ്സങ്ങളെ മറികടന്നു പോകാൻ കഴിയുന്നതിനാൽ വിസരണം താരതമ്യേന വളരെ കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമാവുന്ന പ്രതിഭാസം വിസരണമാണ്. നമ്മൾ മഴവില്ലിന് പ്രകീർണനം എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഒരു വെള്ളത്തിൽ എന്തെങ്കിലും ഇറക്കി വെച്ചാൽ, ഒരു പെന്നോ പെൻസിൽ ഇറക്കി വെച്ച് വളഞ്ഞതായി കാണുന്നത് എന്താണ്? അപവർത്തനമാണെന്ന് പറഞ്ഞു. അതുപോലെ ആകാശവും ആഴക്കടലും ഒക്കെ നീല നിറം കാണാൻ കാരണം എന്താണ്? അത് വിസരണമാണ്. ഇനി രാമൻ പ്രഭാവം. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള ഏകവർണ്ണ കിരണങ്ങളെ സുതാര്യമായ പദാർത്ഥങ്ങളിൽ കൂടി കടത്തിവിട്ടാൽ പ്രകീർണനം മൂലം ആ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായ നിറത്തോടു കൂടിയ രശ്മികൾ ഉണ്ടാകുന്നു. ഈ പ്രകീർണനം മൂലമുണ്ടാകുന്ന പുതിയ പ്രകാശരശ്മിയെ ഒരു പ്രിസത്തിൽ കൂടി കടത്തിവിട്ടാൽ വർണ്ണരാജിയിൽ പുതിയ ചില രേഖകൾ കാണുന്നു. ഈ പുതിയ രേഖകളെ രാമൻ രേഖകൾ എന്നും ഈ വർണ്ണരാജിയെ രാമൻ വർണ്ണരാജി എന്നും വിളിക്കുന്നു. പ്രകാശരശ്മികൾക്ക് ദ്രാവക തന്മാത്രകളിൽ ഉണ്ടാകുന്ന രാമൻ വിസരണത്തിന്റെ ഫലമായാണ് കടലിന് നീല നിറമുണ്ടാകുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടു. ടിൻഡൽ പ്രഭാവം. കൊളോയിഡിയൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു.
അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസത്തെ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നു. പാർഷിക വിപര്യം. സമതല ദർപ്പണത്തിന്റെ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗവുമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ പാർഷിക വിപര്യം എന്ന് പറയുന്നു. വ്യതികരണം. ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്ത് എത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസമാണ് വ്യതികരണം എന്ന് പറയുന്നത്. സോപ്പ് കുമിളകളിലും വെള്ളത്തിൽ കലർന്ന എണ്ണപ്പാടകളിലും കാണുന്ന വർണ്ണരാജികൾക്ക് കാരണം പ്രകാശത്തിന്റെ വ്യതികരണം എന്ന പ്രതിഭാസമാണ്. ഹോളോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതും ഈ വ്യതികരണം എന്ന പ്രതിഭാസം തന്നെയാണ്. ഇനി നമുക്ക് പ്രകാശ പ്രതിപതനങ്ങളെ കുറിച്ച് നോക്കാം. ക്രമപ്രതിപതനം. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു. ഇനി വിസരിത പ്രതിപതനം. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നു. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത്. അതിലാണ് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും വരുന്നത്. ഇനി ഈ ക്രമപ്രതിപതന നിയമങ്ങൾ നോക്കാം. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള പതനകോണും പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിക്കും പ്രതിപതനരശ്മിക്കും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലും ആയിരിക്കും. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുറേ പേരുകളാണ്. എന്താണ് അപവർത്തനം, എന്താണ് പൂർണ്ണാന്തരിക പ്രതിപതനം, എന്താണ് പാർഷിക വിപര്യം, അതായത് നമ്മൾ ഈ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഉള്ള ആ വ്യത്യാസം. വിസരണം എന്നാൽ എന്താണ്, രാമൻ പ്രഭാവം, ടിൻഡൽ പ്രഭാവം, വ്യതികരണം, വിഭങ്കനം. വിഭങ്കനം പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ല അല്ലെ. വിഭങ്കനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശം വളഞ്ഞു പോവുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് വിഭങ്കനം എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നിഴലുകൾ ക്രമരഹിതമായി കാണുന്നത്, CD-യിൽ കാണുന്ന മഴവിൽ നിറങ്ങൾ, സൂര്യന് ചുറ്റുമുള്ള വലയം എന്നിവയ്ക്ക് കാരണമാകുന്ന ഇത് എന്താണ്, വിഭങ്കനമാണ്. അതായത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് വിഭങ്കനം എന്ന് പറയുന്നത്. നമ്മൾ മഴവില്ല്, അതുപോലെ കടലിൻ്റെയും ആകാശത്തിൻ്റെയും നിറം, പിന്നെ ഈ ഒരു വെള്ളത്തിലൊരു എന്തെങ്കിലും ഇറക്കി വെച്ച് അത് വളഞ്ഞ പോലെ കാണാനുള്ള കാരണം എന്താണ്. അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ നിഴലുകൾ ക്രമരഹിതമായി കാണാനുള്ളതൊക്കെ എന്താണ്, അതിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. പ്രകാശ പ്രകീർണനം മഴവില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് അത് ചെരിഞ്ഞിരിക്കുന്നത് അപവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ കടലിൻ്റെ ആകാശത്തിൻ്റെ ആ നീല നിറം വിസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ വിഭങ്കനം, അതായത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്, നിഴലുകൾ ക്രമരഹിതമായിട്ട് CD-യിൽ കാണുന്ന മഴവില്ല്, സൂര്യന് ചുറ്റുമുള്ള വലയം, അതെല്ലാം വിഭങ്കനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഗാന്ധിജിയെക്കുറിച്ചും പിന്നെ പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടും പിന്നെ ലായനികളെ കുറിച്ചിട്ടും. അപ്പോൾ ആ ലായനികളിൽ തന്നെ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, കൊളോയിഡിനെ കുറിച്ചും സസ്പെൻഷനെ കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഈ പ്രകാശം കടന്നു പോകുമ്പോൾ അതിലത്തെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.